എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ചൊവ്വാഴ്ച മുതൽ നൽകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സർക്കുലർ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ ആ ഒരു വിവരം അറിയിക്കുന്നതായിരിക്കും. ജില്ലാനന്തര സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറാണ് ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് ആയിട്ട് വരുന്നത്. അതായത് നിങ്ങൾക്ക് ജില്ല വേണമെങ്കിൽ മാറാം, അല്ല എന്നുണ്ടെങ്കിൽ ജില്ലക്കകത്ത് തന്നെ മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ നിലവിൽ ഒരു സ്കൂളിൽ ഏതെങ്കിലും ഒരു കോഴ്സ് അഡ്മിഷൻ ലഭിച്ചു, അഡ്മിഷൻ നേടി, ഇനി അതിനുശേഷം മറ്റൊരു കോഴ്സിലേക്ക് മാറണമെങ്കിൽ ആ ഒരു രീതിയിൽ കോഴ്സ് മാറ്റത്തിനോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യും മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യണോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പല വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികളിൽ പലരും ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യും. അപ്പോൾ അപ്ലൈ ചെയ്ത് ട്രാൻസ്ഫർ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് മുൻപ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, അതായത് ഈ ഒരു ട്രാൻസ്ഫറിന് മുമ്പ് എവിടെയായിരുന്നു അഡ്മിഷൻ ഉണ്ടായിരുന്നത്, അവിടെ അഡ്മിഷൻ പിന്നീട് വീണ്ടും എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇനിയൊരു ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതല്ല, ഇത് +1 പ്രവേശനത്തിൻ്റെ അവസാന ട്രാൻസ്ഫറാണ്. അതായത് +1 പ്രവേശന ഘട്ടത്തിലുള്ള ലാസ്റ്റ് ട്രാൻസ്ഫറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയൊരു മൂന്നാമതായിട്ടൊരു ട്രാൻസ്ഫർ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ കിട്ടിയാൽ മാറും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കുക. ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക എന്നത് നോക്കാം. ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മെറിറ്റ് കോട്ടയിൽ നിങ്ങൾക്ക് ഏതൊരു ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു വിദ്യാർത്ഥി ആയിരുന്നാലും മെറിറ്റ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടി പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടി പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥികൾക്കും ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫറിൽ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെറിറ്റ് കോട്ടയിലോ സ്പോർട്സ് കോട്ടയിലോ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ സ്ഥിരപ്രവേശനം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് വേണമെങ്കിൽ മാറാം, അല്ലെങ്കിൽ സ്കൂൾ വേണമെങ്കിൽ മാറാം, സ്കൂളും കോഴ്സും രണ്ടും മാറാം. അതുപോലെ താല്പര്യമുണ്ടെങ്കിൽ മറ്റൊരു ജില്ലയിലേക്ക് വേണമെങ്കിലും മാറാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഏതൊരു രീതിയിൽ മാറാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്ത് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ സാധിക്കുന്നതായിരിക്കില്ല. ഇനിയൊരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതും അല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ നൽകേണ്ടതുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ആ ഒരു വേക്കൻസി ലിസ്റ്റ് പ്രകാരവും വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ വെക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ള, അതായത് എവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ പഠിക്കും എന്ന് ഉറപ്പുള്ള ഏത് കോഴ്സിലേക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാം. അതായത് നിങ്ങൾക്കിപ്പോൾ സയൻസ് ആണ് പഠിക്കാൻ താല്പര്യം, അല്ലെങ്കിൽ കൊമേഴ്സ് ആണ് പഠിക്കാൻ താല്പര്യം, അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ അഡ്മിഷൻ ലഭിച്ച ആ ഒരു സ്കൂളിൽ തന്നെയാണ് മാറേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാം. അതുപോലെ മറ്റൊരു സ്കൂളിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും ഓപ്ഷൻ വെക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുപോലെ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഇനിയൊരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ നിലവിൽ ആ ഒരു ട്രാൻസ്ഫർ കിട്ടുന്ന സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരുന്നതാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ആ ഒരു ട്രാൻസ്ഫർ കിട്ടിയ സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ആ ഒരു വേക്കൻസി നോക്കിയിട്ട് വേക്കൻസി ഇല്ലാത്ത സ്കൂളിലേക്ക് കൂടി നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ സർക്കുലർ വന്ന ശേഷം അപ്ലൈ ഫോർ ട്രാൻസ്ഫർ, അത് ജില്ലാ ട്രാൻസ്ഫർ എന്നുണ്ടാകും, അതായത് അപ്ലൈ ഫോർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ +1 ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ ഒരു SSLC രജിസ്റ്റർ നമ്പർ, നിലവിൽ അഡ്മിഷൻ ലഭിച്ച സ്കൂളിൻ്റെ കോഡ് നൽകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതാണ്. അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് ഏത് കോഴ്സ് കോമ്പിനേഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നൽകിയ ശേഷം പിന്നീട് ട്രാൻസ്ഫറിൻ്റെ ഓപ്ഷൻ നൽകാനുള്ള പേജ് കാണാൻ പറ്റും. അതിൽ അപ്ലൈ ഫോർ ട്രാൻസ്ഫർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അതായത് ഓപ്ഷൻ എത്രാം സ്ഥാനത്താണ് വെക്കേണ്ടത്, അതുപോലെ തന്നെ ലാസ്റ്റ് ആണോ ഫസ്റ്റ് ആണോ എന്നുള്ളതാണ് കാണാൻ പറ്റുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കാണ് അഡ്മിഷൻ ട്രാൻസ്ഫറിനായിട്ട് അപ്ലൈ ചെയ്യുന്നത്, നിങ്ങളുടെ സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കാണെങ്കിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് നൽകുക. അതുപോലെ തന്നെ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്കോ ആണെങ്കിൽ ആ ഒരു സ്കൂളിലേക്ക് കോഡ് കൊടുക്കുക. മറ്റൊരു ജില്ലയിലേക്കാണ് വേണ്ടതെങ്കിൽ ആ ഒരു മറ്റൊരു ജില്ലയിലെ സ്കൂളിലേക്ക് കോഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് മാറേണ്ടത് അതിനനുസരിച്ച് ആ ഒരു സ്കൂൾ കോഡ് കൊടുക്കുക. സ്കൂൾ കോഡ് നൽകി കഴിഞ്ഞാൽ ആ ഒരു സ്കൂളിലെ കോഴ്സിൻ്റെ ലിസ്റ്റ് ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ ഇതിൽ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് കോഴ്സാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഓപ്ഷൻ താഴെയായിട്ട് ആഡ് ചെയ്ത് വരുന്നതാണ്. ഇനി വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന കാര്യമാണ് എത്ര ഓപ്ഷൻ നൽകാൻ പറ്റും എന്നുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുള്ള എത്ര ഓപ്ഷൻ വേണമെങ്കിലും വെക്കാവുന്നതാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മാറും. അതായത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയ സ്കൂളിൽ നിങ്ങൾ അഡ്മിഷൻ നേടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ
മാത്രം വിദ്യാർത്ഥികൾ ട്രാൻസ്ഫറിന് ഓപ്ഷൻ കൂടുതൽ വെച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളും കോഴ്സും മാത്രമേ വെക്കാൻ പാടുള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇഷ്ടമുള്ള കോഴ്സോ സ്കൂളോ മാത്രമേ ഓപ്ഷൻസ് ആയിട്ട് വെക്കാനായിട്ട് പാടുള്ളൂ. അല്ലാതെ അലോട്ട്മെൻറ്റ് കിട്ടണം എന്ന് കരുതി ഓപ്ഷൻ വെക്കരുത്. കാരണം ഈ ഒരു ട്രാൻസ്ഫറിന് ശേഷം പിന്നീട് ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റോ അല്ലെങ്കിൽ സ്കൂൾ മാറ്റത്തിനുള്ള അവസരമോ ഉണ്ടാകുന്നതല്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് അടുത്ത സ്കൂൾ ഏതാണ് വേണ്ടത് അത് നൽകുക. അതിനുശേഷം ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ആഡ് ചെയ്യുക. ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ സ്കൂളുകളും ആഡ് ചെയ്ത ശേഷം ആ ഒരു ലിസ്റ്റ് നോക്കിയിട്ട് വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും സ്കൂളുകൾ അല്ലെങ്കിൽ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അതിനുശേഷം നിങ്ങൾക്ക് താഴെയായിട്ട് ഡിക്ലറേഷൻ ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ കിട്ടിയാൽ നിങ്ങൾ മാറും എന്ന് ഉറപ്പാണ്. അപ്പോൾ ഡിക്ലറേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് വീണ്ടും നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. ഏതെങ്കിലും ഓപ്ഷൻ ആഡ് ചെയ്യണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒഴിവാക്കണോ എന്നുള്ളത് നോക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒഴിവാക്കണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ്റെ നേരെ ആയിട്ടുള്ള ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവുന്നതാണ്. അതിനുശേഷം വീണ്ടും ഓപ്ഷൻ ചെക്ക് ചെയ്ത് എവിടെയെങ്കിലും നിങ്ങൾ നൽകിയിട്ടുള്ള സ്കൂളോ കോഴ്സോ മാറിയിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ഉറപ്പുവരുത്തുക. ആദ്യം വെക്കേണ്ടത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഏറ്റവും കൂടുതൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കോഴ്സും സ്കൂളും ആയിരിക്കണം. അതിനുശേഷം എല്ലാം ഓക്കെ ആണെങ്കിൽ ഡിക്ലറേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതോടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ആയിട്ടുണ്ടാകും. അതിനുശേഷം വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക. കാരണം പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം എന്ന് പറയുന്നത് പല വിദ്യാർത്ഥികളും ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആപ്ലിക്കേഷൻ കൺഫേംഡ് ആണോ എന്ന് പരിശോധിക്കാനാണ് ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ്. പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം നിങ്ങളുടെ കയ്യിൽ വെക്കുക. അതിനുശേഷം പിന്നീട് ഏകദേശം ഒരു 2 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരികയും ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ ആ ട്രാൻസ്ഫർ കിട്ടിയുള്ള സ്കൂളിലേക്കോ കോഴ്സിലേക്കോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓപ്ഷൻ വെച്ചത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ മാറുന്നതിനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ഫസ്റ്റ് സപ്ലിമെൻ്ററി, സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ച് ഏതൊരു ഓപ്ഷൻ ലഭിച്ച മെറിറ്റ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്കും സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൾറെഡി ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.